പീക്കോക്കിൻ ഇവിടെയാണ് ഞാൻ താമസിച്ചത്. ഒരു മുളങ്കാടിനകത്ത് ചെറിയൊരു പാലസ് പോലെ നല്ല രസമുണ്ട് കേട്ടോ. നോർമലി നമ്മൾ എഴുതി കൊടുക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്തിട്ട് റൂമിലോട്ട് കയറാൻ പോകണേ. ഇങ്ങനെ ചെറിയ ചെറിയ 2-3 കവാടം കയറി കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ വലിയൊരു വരാന്ത, അതിന് ഓപ്പോസിറ്റായിട്ട് റൂമുകൾ. അധികം റൂമുകളൊന്നുമില്ല കേട്ടോ. പണ്ടത്തെ പാലസാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഇതാണ് ഞാൻ താമസിച്ച റൂമ്. ഈ തടിയിലൊക്കെ തീർത്ത നല്ല രസമുണ്ട്. ഡോറൊക്കെ ഡോറിൻ്റെ പിടിയൊക്കെ കണ്ടോ. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ താമസിച്ച റൂം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടാണ് ഞാൻ റൂമിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഓർത്തകത്ത് കയറിയത്. അതാണ് എൻ്റെ റൂം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത്. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നോർമലി കാണുന്ന പോലെ ഒരു ചെറിയൊരു അലമാരയുണ്ട്. പിന്നെന്താ, TV ഉണ്ട്, AC ഉണ്ട്, ഫാനുണ്ട്. ഈ AC-യും ഫാനൊക്കെ വെറുതെ ഈ റൂമിലുണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ. വെറുതെ അല്ലാതെ AC-യും ഫാനും ഉണ്ടെന്ന് കാണിക്കുകയല്ല, ഞാൻ ആദ്യം പറയാം. പിന്നീട് വലിയൊരു മിററുണ്ട്, അതിപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ബാത്റൂമാണ്. എൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അകത്തൊരു അലമാരയല്ല, ഒരു കുഞ്ഞൊരു കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിലും കുറച്ച് നേരം മുഖമൊക്കെ നോക്കി നിന്ന്. എനിക്കതിൽ ഒരു ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മൊന്തയുണ്ട്. ഈ മൊന്ത എന്തിനാണെന്ന് ആദ്യം എടുത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്ന പോർഷനിൽ ചെന്ന് നോക്കിയപ്പം അവിടെ ഒരു വലിയൊരു പാത്രം ഇരിപ്പുണ്ട്. ഇനി തമിഴ്നാട്ടിൽ അങ്ങനെ ആയിരിക്കാം, പാത്രമൊക്കെ ആയിരിക്കാം. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനിയും നമ്മൾ മെയിൻ ഡോർ തുറക്കുന്നിടത്ത് ഇതുണ്ട്, ഒരു കൈ പോലൊരു പിടിയൊക്കെ ഉണ്ട്. അത് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കണ്ട വരാന്ത. പിന്നെ അവിടെ മുന്നിലായിട്ട് ഒരു ഉരുളി ഇരിപ്പുണ്ട്, അതിൻ്റെ അടുത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ റൂമൊക്കെ കാണിക്കാനായിട്ട്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാക്കയുടെയും പൂച്ചയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ വീട്ടിലാണ്, എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ഇത്തരം സൗണ്ടുകളൊക്കെ ഇടയ്ക്ക് വരും കേട്ടോ.